PDF-ൻ്റെ അകത്ത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആയിട്ട് ഏറ്റവും കൂടുതൽ ഫ്രീക്വൻ്റ്ലി ചോദിച്ചിട്ടുള്ള 35 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു PDF നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചു പോയിട്ടാണ് നിങ്ങളുടെ എക്സാം എഴുതിയെന്നുണ്ടെങ്കിൽ നമ്മൾ ടോട്ടൽ ബയോളജി ഒരു 60 മാർക്സിലാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 45-50 മാർക്സ് കിട്ടാനുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാനിതിങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ ടെൻഷനൊന്നും ആവേണ്ട. കാരണം നിങ്ങൾക്ക് ഇവിടെ വർഷങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും വർഷങ്ങളിൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നുള്ളത്. കാരണം ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് അതേപോലെ തന്നെ എല്ലാറ്റിൻ്റെയും വർഷങ്ങൾ കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു ക്വസ്റ്റ്യൻസ് നമ്മളിപ്പം എവിടെയും പോയിട്ടോ അല്ലെങ്കിൽ ആരുടെ ഒന്നും എടുത്തല്ല, നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ മതി, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതായത് എന്തൊക്കെ നമ്മൾ പറയുകയാണ് ഇത് എല്ലാം ടെക്സ്റ്റ് ബുക്ക് പഠിക്കണം, കാരണം ഇപ്പം അങ്ങനെയാണ് വരുന്നതെന്ന് പറഞ്ഞാലും ഈ ടോപ്പിക്സിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറില്ല. ഓക്കെ, അപ്പം അതിൻ്റെ അർത്ഥം നിങ്ങൾ ഇത് മാത്രം പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും പഠിക്കാത്ത ഒരാളാണ്, ഇത് മാത്രം പഠിച്ചു പോയിട്ട് നിങ്ങൾക്ക് മാർക്സ് കിട്ടുമെന്നല്ല മിസ് പറയണത്. അതായത് ഈ ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ 55-60 മാർക്ക് കിട്ടും എന്നല്ല മിസ് പറയണത്. അതല്ലാതെ നിങ്ങൾ എല്ലാം പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഈ ക്വസ്റ്റ്യൻസ് എന്തായാലും ഒഴിവാക്കാതെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു മിനിമം മാർക്സ് ഇത് കൊണ്ടുതരുന്നതായിരിക്കും. ഓക്കെ, അതിന് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക, കോൺസെപ്റ്റ് മനസ്സിലാക്കാതെ ക്വസ്റ്റ്യൻ ബൈ ഹാർട്ട് ചെയ്ത് പോയി അതിന് ആൻസർ ഇതും അതേപോലെ തന്നെ വരുമെന്നോ അതേപോലെ നിങ്ങൾക്ക് മാർക്സ് കിട്ടുമെന്നോ അല്ല. നിങ്ങൾ തീർച്ചയായിട്ടും കോൺസെപ്റ്റ് മനസ്സിലാക്കി തന്നെ പഠിക്കണം. അതിൻ്റെ കൂടെ അതെല്ലാം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് കൂടാനും അതേസമയം ഇതേപോലത്തെ ടോപ്പിക്കിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാനും പറ്റും, സുഖമായിട്ട് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നല്ലപോലെ പഠിക്കുക എന്നുള്ളതാണ്, കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് നമ്മുടെ ചാനലിൽ പോയിട്ടുള്ള മാരത്തൺ ക്ലാസ്സുകൾ കാണാം. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിന് മുൻപായിട്ട് നമ്മൾ ഷുവർ ക്വസ്റ്റ്യൻസ് ചെയ്യും. ആ ഷുവർ ക്വസ്റ്റ്യൻസിൽ തീർച്ചയായിട്ടും ഈ ഒരു PDF-ൽ കൊടുത്തിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ ആൻസേഴ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, നമ്മുടെ ലൈവ് വന്ന് അറ്റൻഡ് ചെയ്യുക. ആൻഡ് ഈ ഒരു PDF നിങ്ങൾ മാക്സിമം എല്ലാവരും ഡൗൺലോഡൊക്കെ ചെയ്ത്, ഇപ്പോൾ നിങ്ങൾ മാരത്തണൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തന്നെ നിങ്ങളോട് പറയാറുണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യണമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു PDF വെച്ച് തന്നെ നിങ്ങളുടെ ആ ഒരു റിവിഷനും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. സോ PDF ഡൗൺലോഡ് ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. നല്ല ഈസി ആയിരിക്കും നിങ്ങൾ വേണ്ട പോലെ പ്രിപ്പയർ ചെയ്ത് ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ആ ഒരു മാർക്സ് വേണം, ആ ഒരു ഇതിൽ പഠിക്കണം എന്ന് ആഗ്രഹമുള്ള മക്കളാണെങ്കിൽ ഇത് മിസ് ചെയ്യാതിരിക്കും.